ഇന്നലെ ജബ്ബാർ മാഷ് ഒരു വീഡിയോ ഇറക്കി. വീഡിയോയുടെ തലക്കെട്ട് അയ്യൂബിൻ്റെ വെല്ലുവിളിയും നിസാറിൻ്റെ ഉഡായിപ്പുകളും എന്നതായിരുന്നു. അതിൽ അദ്ദേഹം വളരെ അതിവൈകാരികമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായിരിക്കുന്ന ഒരു സമയത്ത് വലിച്ചിഴച്ച് കൊണ്ടുവന്നുകൊണ്ട് ഒരു സംവാദത്തിന് ക്ഷണിച്ചു എന്ന രൂപത്തിൽ സംസാരിക്കുന്നുണ്ട്. വളരെ അതിവൈകാരികമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്താണ് അതിനോടുള്ള താങ്കളുടെ പ്രതികരണം? അല്ല, ഇതിൽ ആ ഇൻ്റർവ്യൂവിൽ ബാസിലുമായിട്ട് സംസാരമധ്യേ ഞാൻ പറഞ്ഞു, അറബി എഴുതാനും വായിക്കാനും അറിയാത്ത ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ ക്ലാസ് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരു ടേബിൾ ടോക്കിലൂടെ 2 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഭാഗം അത് കട്ട് ചെയ്ത് പ്രചരണം ചെയ്തിരുന്നു. അതിനെ ആരിഫ് ഹുസൈൻ അതിന് മറുപടി എന്നോണം നിസാറിനെ വിളിച്ചിട്ട് ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ് എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിസാറുമായിട്ടുള്ള ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നവമാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇത് കണ്ടപ്പോൾ ഇതിന് പ്രതികരിച്ചുകൊണ്ടാണ് നിസാർ ഒരു കുറിപ്പ് എഴുതുന്നത്. ആ കുറിപ്പിൽ ഇത് അയ്യൂബ് ജബ്ബാർ മാഷ ഖുർആൻ ക്ലാസിനെ കുറിച്ചാണ് പറഞ്ഞത്, അതുകൊണ്ട് ജബ്ബാർ മാഷായിട്ട് ഇരുന്ന് സംസാരിക്കാനാണ് താല്പര്യം എന്നും പറഞ്ഞുകൊണ്ട് നിസാർ ഒരു കുറിപ്പ് ഇട്ടു. ആ കുറിപ്പിന് ജബ്ബാർ മാഷ് വന്നിട്ട് അവിടെ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. നിസാർ അല്ല ഇതിന് ഉത്തരവാദി, ആരിഫ് ഹുസൈനാണ് അതിലേക്ക് മുന്നോട്ടിറങ്ങുന്നത്. ഞാൻ ജബ്ബാർ മാഷിൻ്റെ കുറിപ്പ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ചിട്ട് ചെറിയൊരു കമൻറ്റ് ഞാൻ ഇട്ടിരുന്നു, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നും പറഞ്ഞുകൊണ്ട്. അല്ല, അതിൽ ആരിഫ് ഹുസൈൻ നിസാർക്കയോട് പറഞ്ഞ അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഫോൺ സംഭാഷണത്തിൽ ഞാൻ ജബ്ബാർ മാഷിൻ്റെ പ്രതിനിധിയായിട്ട് ആരിഫ് ഹുസൈൻ ഈ സംവാദത്തെ ഏറ്റെടുക്കുന്നു, അതിന് ഞാൻ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നെ ഫോൺ ചെയ്തിട്ട് ഞാൻ എടുക്കുന്നില്ല എന്നും കൂടി അതിലുണ്ട്. ഏറ്റെടുക്കുകയാണ്. സത്യത്തിൽ ഞാൻ അന്ന് വെള്ളിയാഴ്ചയാണ് അദ്ദേഹം വിളിച്ചത്. ഒന്നാമത് ഞാൻ അറിഞ്ഞിട്ടില്ല, 2 അദ്ദേഹം വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാനും കരുതിയിട്ടില്ല. അത് എൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷയും ശൈലിയും ഒന്നും ഒരു സാമാന്യ ഒരു വിമർശകന്, ഒരു യുക്തിവാദ ചിന്തകനുണ്ടാവാൻ പാടില്ലാത്ത ശൈലിയാണ് അദ്ദേഹം വെക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടിരുന്നു. പക്ഷെ പിന്നീട് നടക്കുന്ന സംഭാഷണങ്ങളൊക്കെ ജബ്ബാർ മാഷിൻ്റെ ഇതൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പോയത്. ആ ഒരു വീഡിയോയിൽ, അതായത് അൺമാസ്കിംഗ് അനോമലീസ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് ആ കട്ട് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ പറഞ്ഞ 2 മിനിറ്റ് കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ, അറബി അറിയാത്ത ജബ്ബാർ മാഷിന് ഇത് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ എന്ന രൂപത്തിലാണ് പറഞ്ഞത്. അവിടെ 2 മിനിറ്റ് എന്ന് പ്രയോഗിച്ചത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. കാരണം ഇപ്പോൾ നമ്മൾ എനിക്ക് ഒരു തുള്ളി വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു ശീലെടുത്ത് ഒരു വെള്ളത്ത് മുക്കി അങ്ങനെ പിഴിഞ്ഞ് ഒരു ഇറ്റ് കൊടുക്കുക, ഒരു തുള്ളി കൊടുക്കുക എന്നുള്ളതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അതേപോലെ ഉള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണോ 2 മിനിറ്റ് കൊണ്ട് അത്രയും ലളിതമായി തീർക്കാവുന്നതേ ഉള്ളൂ എന്ന അർത്ഥത്തിലാണോ, അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ തീർക്കണം അക്ഷരാർത്ഥത്തിൽ പറഞ്ഞതല്ല, നമുക്കറിയാലോ അത്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ തന്നെ വെക്കുക, 2 മിനിറ്റ് കൊണ്ട് തീർക്കാവോ എന്ന് ചോദിച്ചാൽ ഇപ്പം എൻ്റെ വാദം എന്താണ്, മാഷക്ക് അറബി എഴുതാനോ വായിക്കാനോ കഴിയൂല എന്നുള്ളതാണ്. മാഷ് തന്നെ ഈ ഖുർആൻ ക്ലാസ്സിൽ പല സന്ദർഭങ്ങളിലായി പാരായണം ചെയ്യുന്നുണ്ട്. അത് അധികവും അബദ്ധമാണ്, തെറ്റാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത്. പാരായണ നിയമങ്ങളോ അല്ലെങ്കിൽ അതിൽ നിയമമൊന്നും പാലിക്കാതെയാണ്, അക്ഷരം പോലും തെറ്റിച്ചാണ് അദ്ദേഹം ഓതുന്നത്. ആ വീഡിയോ ഞാൻ അങ്ങോട്ട് 1 സെക്കൻഡിൻ്റെ കട്ട് ചെയ്തിട്ട് അത് കാണിക്കുകയും ഒറിജിനൽ കാര്യങ്ങൾ ഓതിയ അറബി ഭാഷയിൽ തന്നെ ജനിച്ച് വളർന്ന് അല്ലെങ്കിൽ ഇവിടെ തന്നെ കുട്ടികൾ ഓതുന്ന പാരായണങ്ങൾ ഉള്ളതുണ്ട്. അതും വെച്ചാൽ മാഷ ഇതിലേതാ ശരിയെന്ന് നാട്ടുകാരോടോ മാഷോടോ ചോദിച്ചാൽ നിഷ്പക്ഷമുള്ളവർ പറയും മാഷ് ഓതിയ തെറ്റാന്ന് പറയാൻ 2 മിനിറ്റ് പോയിട്ട് 2 സെക്കൻഡ് മതിയാവും ചിലപ്പോൾ. പിന്നെ അദ്ദേഹം ഖുർആൻ പഠന ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നതിൽ ആ വീഡിയോ തന്നെ എടുക്കുക. അദ്ദേഹം നടത്തുന്നത് ഏതെങ്കിലും വീഡിയോ എടുത്തിട്ട് മാഷേ ഇതിൽ എത്ര ശതമാനം ഖുർആനുണ്ട്, ഖുർആനല്ലാത്ത സംഗതി എത്ര ശതമാനമുണ്ട് എന്ന് ചോദിച്ചാൽ 99%
ഖുർആൻ പഠന ക്ലാസ്സിൽ ഖുർആൻ അല്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അത് കാണിക്കാൻ അത്ര സമയമൊന്നും വേണ്ട. ഒരു കാര്യത്തിൽ ഇത് ഖുർആനിൽ എവിടെ മാഷ എന്ന് ചോദിച്ചാൽ ഒരു ഇത്ര ചോദ്യമല്ലേ ഉള്ളൂ വേണ്ട, അധികം ഖുർആനിൽ ഇല്ലാത്തതാണ്. ഖുർആൻ പഠന ക്ലാസ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര ക്ലാസ്സിൻ്റെ ഓഡിയൻസ് അധികവും ഇതര മതസ്ഥരോ മറ്റു പലരുമാണ്. അപ്പോൾ അവരൊക്കെ വിചാരിക്കുക ഇത് യഥാർത്ഥത്തിൽ ഖുർആനിനുള്ളിൽ ഉണ്ട് എന്ന് വിചാരിച്ചാണ്. മൂപ്പരിത് പറയാൻ, അദ്ദേഹത്തെ ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത് ഇസ്ലാമിനോടുള്ളൊരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുവാനും. അദ്ദേഹത്തിൻ്റെ മൊത്തം ക്ലാസ്സിൻ്റെ ഇതിവൃത്തം എടുത്ത് പരിശോധിച്ചാൽ മുഹമ്മദ് നബി പൊട്ടനാണ്, ഖുർആൻ തല്ലിപ്പൊളിയാണ്, ഇങ്ങനെ അതിൻ്റെ ആകെ ഇതിവൃത്തം മുഹമ്മദ് നബിനെ ചീത്ത പറയാനും പള്ളു പറയാനും മുസ്ലിങ്ങളെ മോശാക്കാനുമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾ ഇദ്ദേഹം പറയുന്നതൊക്കെ ഖുർആനിലുണ്ടെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളോട് വെറുക്കാനും പ്രവാചകനെ പറ്റി മോശം ചിന്ത ഉണ്ടാവാനും കാരണമാവാണ്. ഇങ്ങനെ പറയാൻ ഒരാൾ അറബി പഠിക്കേണ്ട കാര്യമല്ല. ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ഒരാൾ അറബി പഠിക്കേണ്ട കാര്യമല്ല. കേവലം മുസ്ലിങ്ങളോട് വെറുപ്പ് മാത്രം മതി, അറബി പഠിക്കേണ്ട ഒരു കാര്യമല്ല ഇങ്ങനെ പറയാൻ. പക്ഷെ അതിന് ക്ലാസ് നല്ല പറയാം. ക്ലാസ് ഒരാൾ അറബി ലുള്ള ഖുർആൻ അറബി ഭാഷ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതൊരു ന്യായമാണ്. അപ്പൊ 2 മിനിറ്റിൽ അത് പറയാൻ കഴിയും എന്ന് തന്നെയാണ്. പക്ഷെ അതിനൊരു അങ്ങനെ എടുത്തിട്ട് 2 മിനിറ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് സംവാദത്തിന് 2 മിനിറ്റേ പാടുള്ളൂ എന്നതിലർത്ഥമുണ്ടോ? അല്ല, അങ്ങനെയുണ്ടല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞാൽ സംവാദം 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതുണ്ടോ? അങ്ങനെയാണോ സംവാദം? അതാണോ കേൾക്കുമ്പോൾ ബോധ്യമാവുക? അദ്ദേഹത്തിന്റെ ചില പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാൻ ആകെ 2 മിനിറ്റ് മതി, അത്രേ ഉള്ളൂ ഉദ്ദേശിച്ചത്. അത്രേ ഉള്ളൂ. അല്ല സംവാദത്തിന് 2 മിനിറ്റ് വേണമെന്നാണോ അതുകൊണ്ട് മനസ്സിലാക്കുക? അത് മനസ്സിലാക്കലാണോ യുക്തിവാദം? അതേപോലെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ആ വീഡിയോ അയ്യൂബിന്റെ വെല്ലുവിളിയും നിസാറിന്റെ ഉടായ്പകളെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ തലക്കെട്ടുന്ന അദ്ദേഹത്തിന്റെ ഉദ്ദേശം വ്യക്തമാണ്, എന്താണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിസാർ വിരുപ്പാക്കിലുണ്ടല്ലോ, അപ്പോൾ നാസ്തികത ഇസ്ലാമും തമ്മിൽ ഒരുപാട് സംവാദങ്ങൾ ഓർഗനൈസ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലക്ക് അറിയപ്പെടുന്ന ഒരാളാണ് നിസാർ വിരുപ്പാക്കിൽ, സമൂഹ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഈ ജബ്ബാർ മാഷ് ആരോഗ്യം വയ്യാതെ വളരെ പ്രയാസപ്പെടുന്നൊരു സമയത്ത് അദ്ദേഹത്തെ വലിച്ചഴിച്ച് കൊണ്ടുവരാണ് നിസാർക്ക് ചെയ്തതെന്നുള്ള രൂപത്തിലാണ്. യഥാർത്ഥത്തിൽ സംവാദത്തിലേക്ക് നയിച്ചത് നിസാർക്ക് ഇങ്ങനെ വലിച്ചഴച്ച് കൊണ്ടുവന്നതാണോ? എന്താണ് ഈ സംവാദത്തിനൊരു ചുറ്റുപാട്? ഈ വീഡിയോ ചെയ്യുന്നതിന് ഞാനും ഡോക്ടർ ബാസിലും നടത്തുന്ന സമയത്ത് മാഷ് ഇങ്ങനെ ഒരു വയ്യാത്തൊരു രോഗിയാണ് എന്ന് എനിക്കും അറിയില്ല. ഞാനത് അറിയാതെ തന്നെയാണ് മാഷിനെ പറ്റി പറയുന്നത്. പക്ഷെ മാഷ് ഇന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരാളുമാണ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ്സിനെ അങ്ങനെ പറയുന്നതും. പക്ഷേ മൂപ്പർ രോഗിയാണെന്ന് അറിഞ്ഞതിൽ വിഷമമുണ്ട്. അദ്ദേഹത്തിൻ്റെ രോഗം അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്തും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. പക്ഷെ അതോടൊപ്പം വസ്തുത മൂപ്പർ കേവലം വലിച്ചുകൊണ്ട് മൂപ്പരൊരു മുസ്ലിം സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഖുർആനിനെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു ക്ലാസ് എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തെ താറടിക്കാൻ വേണ്ടി പറയുകയാണ് അദ്ദേഹം. അത് അങ്ങനെ മൂപ്പര് സമൂഹത്തോട് പറയുമ്പോൾ മൂപ്പര് ആ സംവാദം ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആ ചർച്ച മൂപ്പര് വെറുതെ രോഗിയായിട്ട് വീട്ടിൽ കുത്തിരിക്കുക അല്ലല്ലോ. അപ്പോൾ മൂപ്പര് അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുമ്പോൾ, ഒരു ആക്ഷേപം മുന്നോട്ട് വെക്കുമ്പോൾ, അധിക്ഷേപമാണ്, അതിന് വിമർശനം എന്നല്ല പറയേണ്ടത്, അത് മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ ഇരയാകുന്ന ആളുകൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ അവകാശമുണ്ട്. അത് ക്ലിയർ ചെയ്ത് പോകണമല്ലോ, അതിന് അവകാശമുണ്ട്. അത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് രോഗിയാണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ രോഗവിവരം അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കേട്ടാൽ, ഇപ്പം നമ്മൾ സ്റ്റീഫൻ ഹോക്കിംഗ് അയാളൊരു സ്ഥലത്ത് രോഗി തന്നെയാണ്. പക്ഷെ അയാളുടെ ചിന്തകൾ, അയാളുടെ ബുദ്ധി വളരെ ഇങ്ങനെ പാറി നടക്കുകയാണ്. ജബ്ബാർ മാഷ് പാറി നടക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ബുദ്ധി കിടപ്പിലാണ്, അദ്ദേഹത്തിൻ്റെ യുക്തി കിടപ്പ് തന്നെയാണ് എന്ന് ഈ വീഡിയോയിൽ കണ്ടാൽ തോന്നും. അദ്ദേഹത്തിന് ഇപ്പം ശരീരത്തിന് സുഖമില്ലാന്നെങ്കിൽ ഇതിൻ്റെ മുമ്പേ അയാളുടെ മനസ്സിനും സുഖമില്ലാത്തതാണ്. ആ വീഡിയോ കണ്ടാൽ ബോധ്യമാവും. പക്ഷേ ഇതിൽ ജബ്ബാർ മാഷ നമ്മൾ വലിച്ചയച്ച് കൊണ്ടുവന്നിട്ടില്ല. ജബ്ബാർ മാഷ് തന്നെയാണ് അതിനെ വൈകാരികമായി അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. നമ്മളൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്നൊരു സ്നേഹപരമായ ഇടപെടൽ നടത്താമെന്ന് വിചാരിച്ചാണ്. പിന്നെ മാത്രമല്ല മൂപ്പർ അതിൽ അവലംബിക്കുന്നത് ഞാൻ പറഞ്ഞു, മൂപ്പരുടെ ഖുർആൻ ക്ലാസ്, ഖുർആൻ എന്ന പേരിൽ
പറയുന്നതൊന്നും ഖുർആൻ അല്ലാത്തതാണ്. എത്ര ശതമാനം അതിൽ ഖുർആൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 1% പോലും ഉണ്ടാവില്ല. രണ്ട്, മൂപ്പർ അവലംബിക്കുന്നതൊക്കെ വിചാരിച്ച മൂപ്പർ ധരിച്ചു പോയ ഒരു സംഗതി പാവേ എന്താ വെച്ചാൽ മുസ്ലിം പേരുള്ളവരൊക്കെ പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പ്രമാണമാകുന്നാണ് മൂപ്പർ ധരിക്കുന്നത്. ഇപ്പോൾ ഈ ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ പഠന ക്ലാസ് എന്ന് പറയുന്ന സാധനം ഒരു 200 കൊല്ലം കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഒരു മുഫസ്സിറായ പിന്നെ എ ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അവൈലബിൾ ഉണ്ടാവും. ആളുകൾ അതെടുക്കുമ്പോൾ അന്നത്തെ ആളുകൾ തഫ്സീർ 2 തരമുണ്ട്. തഫ്സീർ മദ്മൂം വൽ മംദൂഹ്, ഒന്ന് സ്തുതിക്കപ്പെട്ട ഖുർആനുണ്ട്, ആക്ഷേപാർഹമായ തഫ്സീറുണ്ട്. ജബ്ബാർ മാഷിൻ്റെ പേര് ജബ്ബാർ ആയതുകൊണ്ട് മുസ്ലിം ലോകം സ്വീകരിക്കണം എന്നുണ്ടോ? അപ്പം നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കും. അദ്ദേഹം ആരാണ്, അദ്ദേഹത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്താണ്, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത് എഴുതാൻ അദ്ദേഹത്തിന് ഇതിലുണ്ടായ താല്പര്യം എന്താണ്, ഇത് പഠിക്കും. അങ്ങനെയാണ് ഇസ്ലാമിലെ അസ്മാഉ റിജാലിനെ കുറിച്ച് പഠിക്കേണ്ടി വരുന്നത്. ഒരു മുഫസ്സിർ എന്ന് ഒരു അറബിയിൽ എഴുതിയതൊക്കെ പ്രമാണമല്ല, എഴുതിയ ആളെക്കുറിച്ച് പഠിക്കും. അപ്പം ഒരുപാട് അറബി തഫ്സീറുകളുണ്ട്, മുസ്ലിം നാമധാരികൾ എഴുതിയതുണ്ട്. അതൊക്കെ മുസ്ലിങ്ങൾക്ക് പ്രമാണമാകുമോ? ഓരോ എഴുത്തുകാരനും ഓരോ കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പം അത് പാവം മാഷക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ സംവാദത്തിലേക്ക് ശരിക്കും നയിച്ചത് ഇപ്പോൾ സംവാദത്തിലേക്ക് നിസാർ ഖാൻ അദ്ദേഹം നിസാർ ഖാനെ വെറുതെ ആരോപിക്കുകയാണ്. നിസാർ എന്ന് പറയുന്നതിൽ ചെയ്ത ഇത്രയേ ഉള്ളൂ, ആരിഫ് ഹുസൈൻ പറഞ്ഞതിൻ്റെ നിജസ്ഥിതി ഇന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടാണ്. മാഷ് തന്നെയാണ് അതിന് വന്നിട്ട് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് വരുന്നത്. മാഷും സത്യത്തിൽ പറഞ്ഞ ഞാനും മാഷ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടില്ല, ഞാൻ വെല്ലുവിളിച്ചു എന്നാണ് മാഷ് പറയുന്നത്. ഞാൻ വെല്ലുവിളിച്ചിട്ടില്ല, ഒരു ടേബിൾ ടോക്കിലേക്ക് ക്ഷണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതന്നെ ഈ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ വരും മാഷെ ക്ഷണിക്കുക എന്നല്ല അർത്ഥമല്ല. ഒരു ലോകം പറഞ്ഞ് മാഷ അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. മാഷക്ക് ബോധ്യപ്പെട്ടാലും പെട്ടില്ലെങ്കിലും നമ്മുടെ ബാധ്യതയാണല്ലോ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ്. അതേപോലെ തന്നെ നിങ്ങൾ ബാസിൽക്കായിട്ടുള്ള ആ സംഭാഷണത്തിനിടയ്ക്ക് പറഞ്ഞിരുന്നു ജബ്ബാർ മാഷിന് അറബി അറിയില്ല, എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ള രൂപത്തിൽ സംസാരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ജബ്ബാർ മാഷിന് അത് അറിയില്ലേ, അതല്ലെങ്കിൽ വെറുതെ ഒന്ന് പരിഹാസ ചുവയോടെ സംസാരിച്ചതാണോ, എന്താണ്? അല്ല, ജബ്ബാർ മാഷ ഞാൻ പരിഹസിച്ചതല്ല. യഥാർത്ഥത്തിൽ ജബ്ബാർ മാഷക്ക് അറബി അറിയില്ല എന്നുള്ള ജബ്ബാർ മാഷ തന്നെ പറയാണല്ലോ. നിങ്ങളെന്നെ കേട്ടു നോക്കൂ. ജബ്ബാർ മാഷക്ക് 45 കൊല്ലമായി ഇസ്ലാം മത വിമർശനത്തിൽ നിൽക്കുന്ന ഒരാളാണ് ജബ്ബാർ മാഷനെ പറയുന്നത്. വളരെ കുട്ടിയാകുമ്പോൾ തന്നെ ഇസ്ലാം വിമർശന രംഗത്തേക്ക് കടന്നു വന്ന വഴികളൊക്കെ അദ്ദേഹത്തിൻ്റെ പഴയകാല വീഡിയോകളിൽ പറയുന്നുണ്ട്. ഇത്രയും കാലം വിമർശിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അദ്ദേഹത്തിന് അറബി പഠിച്ച് വിമർശിക്കാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല. അതന്നെ. ഈ അറബി പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണോ ഖുർആൻ ക്ലാസ് എടുക്കുമ്പോൾ? നമ്മൾ ഖുർആൻ പഠന ക്ലാസ് എടുക്കുകയാണെങ്കിൽ, ഖുർആൻ എന്നല്ല ഏതൊരു വസ്തുവാണോ നമ്മൾ ക്ലാസ് എടുക്കാൻ വിചാരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ മൂല്യത്തിൽ നിന്നുകൊണ്ട് പഠിക്കണം. അതിൻ്റെ ആധാരം എന്താണെന്ന് വെച്ചാൽ അത് പഠിക്കണം. ഖുർആൻ എന്നുള്ളത് ഖുർആനിൻ്റെ ഭാഷ അറബിയാണ്. അതുകൊണ്ട് ഖുർആൻ്റെ ഭാഷ പഠിച്ചവരാക്കി അത് ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ. ക്ലാസ് എടുക്കണമെങ്കിൽ അത് പഠിച്ചേ പറ്റൂ. അതേപോലെ ജബ്ബാർ മാഷ് പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലുള്ള ഒരുപാട് പുതിയ സംവിധാനങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇതൊന്നും ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തർജ്ജമ ചെയ്യാവുന്നതാണ് എന്ന രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറബി പഠിക്കണം, അറബി പഠിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചാൽ മതി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണ് എന്നൊരു സംശയം ഉണ്ടാവും. അല്ല, ഇപ്പം നമ്മൾ ഇപ്പം എത്രയോ തർജ്ജമകൾ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ഗൂഗിളിൽ കേവലം പരിഭാഷപ്പെടുത്തി ഉൾക്കൊള്ളാവുന്നതല്ല. ഗൂഗിളിന് നമ്മൾ കൊടുക്കുന്ന ഡാറ്റകളെ ചെയ്യാൻ കഴിയുള്ളൂ. അത് ഒത്തുനോക്കാനും വേണത് പഠിക്കാൻ. ഇത് ഒത്തുനോക്കാനേ ഗൂഗിൾ തരുന്ന പരിഭാഷ ഒത്തുനോക്കാനും ആ ഭാഷ പഠിക്കേണ്ടതുണ്ട്. ട്രാൻസ്ലേഷൻ ശരിയായിക്കണം അത് നോക്കാൻ. 2, നമ്മളിപ്പോൾ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു നാട്ടിൽ ഭാഷ പഠിക്കാൻ നമ്മളൊരാളെ നിയമിക്കുന്നു, സംസ്കൃതം പഠിപ്പിക്കാൻ ഒരു മാഷെ നിയമിക്കുന്നു. ആ മാഷ് പറയാണ് എനിക്ക് സംസ്കൃതം അറിയില്ല, പക്ഷേ ഗൂഗിളിലെ സഹായത്തോടു കൂടി ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ അധ്യാപകനെ നിർത്തുമോ? അതല്ല, ഇവിടെ എത്രയോ ആളുകൾ സംസ്കൃതം അറിയാത്ത ആളുകളുണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിൽ. എന്നിട്ട് അവർ ഹൈന്ദവരായിട്ട് നിൽക്കുന്നില്ലേ? അങ്ങനെ നിൽക്കാൻ ഞാൻ സംസ്കൃതം പഠിക്കേണ്ടതില്ല എന്നൊരാൾ പറഞ്ഞാൽ എത്രത്തോളം അതിന് പ്രസക്തിയുണ്ട്? 2, ഇവിടെയുള്ള ആളുകളൊക്കെ സംസ്കൃതം പഠിച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും അങ്ങനെയൊന്നുമല്ല. പക്ഷേ
ഒരു സംസ്കൃതം പഠിക്കുന്ന കുട്ടിക്ക് സംസ്കൃതം അറിയേണ്ട കാര്യമില്ല, പിന്നെ പഠിച്ചെടുത്താൽ മതി. പഠിപ്പിക്കാൻ വരുന്ന മാഷ്, ആ മുർഷിദ്, ആ പഠിപ്പിക്കുന്ന ആള് ആ ഭാഷ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് പിന്നെ സംസ്കൃത പണ്ഡിതനായ പിന്നെ ധാരാളം ആളുകളുണ്ട് സംസ്കൃത പഠിച്ചിട്ട് ഓറിയൻ്റലിസ്റ്റുകൾ. നമുക്കിപ്പോൾ ജബ്ബാർ മാഷൊക്കെ അവലംബിക്കേണ്ടുന്ന ആളുകളാണ്. പിന്നെ നമ്മുടെ മുള്ളർ, അദ്ദേഹം ഒരു ഓറിയൻ്റലിസ്റ്റാണ്, ജർമ്മനിക്കാരനാണ്. അദ്ദേഹം സംസ്കൃതം പഠിച്ച്, അതായത് ഇംഗ്ലീഷുകാരനാണ്, ജർമ്മനിക്കാരനാണ്. അദ്ദേഹം സംസ്കൃതം പഠിച്ച് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊരു വിമർശനമാണ്, അതൊരു പഠനമാണ്. മാഷ അങ്ങനെയല്ല ചെയ്യുന്നത്. എത്രയോ ഓറിയൻ്റലിസ്റ്റുകൾ അറബി ഭാഷ പഠിച്ച് അറബിയിൽ വിമർശനങ്ങൾ എഴുതിയിട്ടുണ്ട്. ധാരാളം ആളുകളുണ്ട്. പിന്നെ ജബ്ബാർ മാഷ് ഉന്നയിക്കുന്ന വാളേന്ത്യ പ്രവാചകൻ, ഇങ്ങനെ തുടങ്ങിയ ധാരാളം വിഷയമുണ്ടല്ലോ. അപ്പം മുസ്ലിങ്ങളെ പ്രകോപനം ഉണ്ടാക്കുന്ന, മുസ്ലിങ്ങളെ പേര് ഇല്ലാത്ത ആരോപണങ്ങളായിട്ട് ഓറിയൻ്റലിസ്റ്റുള്ള പുസ്തകം മാഷ് കണ്ടോന്നറിയില്ല. അറബി രാജ്യത്ത് വന്ന് അറബി സംസ്കാരം പഠിച്ച്, അറബി ഭാഷ പഠിച്ച്, എന്നിട്ട് ഇസ്ലാമിൻ്റെ വ്യാപനത്തെക്കുറിച്ച് പഠിച്ച് അവർ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരാദ്യം ആ ഭാഷ പഠിച്ചു, ആ സംസ്കാരം പഠിച്ചു, എന്നിട്ടാണ് പുസ്തകം. അത് സത്യസന്ധമാണ്. അതേപോലെ ജബ്ബാർ മാഷിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റിൽ ഒരു കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശമാണ് കാണുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്, ജബ്ബാർ മാഷ് ഇട്ട പോസ്റ്റാണ്. പണ്ട് കെ ഉമർ മൗലവി എനിക്ക് ഒരു കത്ത് കൊടുത്തയച്ചു. അറബി അറിയുമോ? അറബി അറിയാതെ ഖുർആൻ വിമർശനം പാടുണ്ടോ എന്നൊക്കെയായിരുന്നു ഉള്ളടക്കം. കൂടെ എനിക്ക് വായിക്കാൻ അറബിയിൽ ഒരു കുറിപ്പും. വായിച്ചു മറുപടി കൊടുക്കാൻ ഞാൻ ഹീബ്രു ഭാഷയിൽ ഒരു മറുപടി അയച്ചു. ഹീബ്രു അറിയാതെ ബൈബിളിന്റെ കുറ്റം പറയുന്നത് ശരിയാണോ എന്ന മറുചോദ്യവും. അതോടെ ആ ഇടപാട് നിന്നു. സത്യാവസ്ഥ. ജബ്ബാർ മാഷ ഹിബ്രു ഭാഷ അറിയോ? ഹിബ്രുവിൽ കത്തെഴുതിയോ എന്നാ പറയുന്നത്? എന്താ എനിക്കറിയില്ല. ഹിബ്രുവിൽ തിരിച്ച് മറുപടി കൊടുത്തു എന്നാണ്. അല്ല, ഞാൻ തന്നെ കൂട്ട ജബ്ബാർ മാഷ ഹിബ്രുവിൽ എഴുതിയെന്നുണ്ട്. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായത്തിലൂടെ എഴുതിയിട്ടുണ്ടാവും, നമുക്കറിയില്ല. ആണെന്ന് തന്നെ വെക്കുക, ആണെന്ന് നോക്കുക. ലോകത്തുള്ള ക്രൈസ്തവ സമൂഹം, അവരുടെ സഭ, മെത്രാന്മാരും പോപ്പുമൊക്കെ തീരുമാനിച്ചൊരു തീരുമാനമുണ്ട്. ഏതേത് പ്രദേശത്തുള്ള ഭാഷയിലാണ് ബൈബിൾ തർജ്ജമയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ തർജ്ജമ എന്നല്ല പറയുക, അത് ബൈബിളായിട്ടാണ് പരിഗണിക്കുക. ഇപ്പം മലയാളത്തിൽ ബൈബിളുണ്ട്, അത് മലയാളത്തിലാണ്. അത് ഹിബ്രു ഭാഷൻ്റെ അല്ലെങ്കിൽ അരാമിക് ഭാഷയുടെ തർജ്ജമയായിട്ടല്ല പറയുക. അതിൻ്റെ മൂലഭാഷയിലേക്ക് തേടിപ്പോണ്ട കാര്യമല്ല. ഈ മലയാള തർജ്ജമക്ക് തന്നെ അതിൻ്റെ അതോറിറ്റി അംഗീകരിച്ചതാണ്, അതിൻ്റെ പോപ്പുമാർ അംഗീകരിച്ചതാണ്, അല്ലെങ്കിൽ മെത്രാന്മാർ അംഗീകരിച്ചതാണ്, സഭ അംഗീകരിച്ചതാണ് ആ സംഗതി. എന്നാൽ അങ്ങനെ ഇസ്ലാമിൽ പോപ്പുമാരും മെത്രാന്മാരും ഇല്ല. ഒന്ന്, ബൈബിളിൻ്റെ നിങ്ങൾ ബൈബിൾ പരിഭാഷ എടുത്ത് പിന്നെ ബൈബിൾ എടുത്ത് പരിശോധിച്ചോളൂ, ഖുർആനിൻ്റെ തർജ്ജമയും പരിശോധിച്ചോളൂ. അതിൻ്റെ ആദ്യ ഭാഗത്ത് മൂലകൃതി കൊടുക്കും, അതായത് അറബി ടെക്സ്റ്റ് കൊടുക്കും, ആയത്തുകൾ കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്താണ് എന്ത് കൊടുക്കുന്നത്? തർജ്ജമ. എന്തുകൊണ്ടാണത്? ഈ തർജ്ജമ ഖുർആനല്ല. തർജ്ജമ ഓരോരുത്തരും അവരവരുടെ ബുദ്ധിയും യുക്തിയും അനുസരിച്ച് എഴുതിയിട്ടുണ്ടാവും. അറബി ഭാഷ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ചിന്തകൾ സ്വാധീനിക്കും, നമ്മുടെ നിലപാടുകൾ സ്വാധീനിക്കും. അതുകൊണ്ട് ഇത് ഖുർആനല്ല. ഖുർആൻ ഒത്തു നോക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഖുർആനിനാണ് പ്രധാനം, അതായത് അറബി ടെക്സ്റ്റിനാണ് പ്രധാനം. അതുകൊണ്ട് അത് വളരെ പ്രധാനമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് മാഷക്ക് എനിക്ക് തോന്നുന്നു ഈ ബൈബിളിൻ്റെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ തമിഴിലെ ബൈബിൾ തമിഴിലാണുള്ളത്, ഹിന്ദിയിലെ ബൈബിൾ ഹിന്ദിയിലാണുള്ളത്. അങ്ങനെ ഹിന്ദിയിൽ ഖുർആനില്ല, മലയാളത്തിൽ ഖുർആനില്ല, സംസ്കൃതത്തിൽ ഖുർആനില്ല. ഖുർആൻ്റെ മൂലഭാഷ അറബിയാണ്, അറബിയിൽ തന്നെ ഖുർആനുള്ളൂ. ആ അറബി ഭാഷ പഠിക്കേണ്ടതുണ്ട്. അതിനെന്ത് ചെയ്യണമെങ്കിൽ ക്ലാസ് എടുക്കാൻ. ഓക്കെ. അപ്പോൾ ഹിന്ദിയിലും ഇതിലൊക്കെ ബാക്കിയുള്ള ഭാഷകളിലൊക്കെ ഉള്ള ബൈബിളുകൾ എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ അവർ ഒരു അതോറിറ്റി എടുക്കുക. ഈ ഹിന്ദി ബൈബിൾ പരിഭാഷ വായിക്കുന്ന, ഹിന്ദിയിലുള്ള ബൈബിൾ വായിക്കുമ്പോൾ ഇത് ശരി തന്നെയാണോ, ഞാൻ അരാമിക് ഭാഷ അല്ലെങ്കിൽ ഹിബ്രു ഭാഷ അതിൽ ഒത്തുനോക്കി ബോധ്യപ്പെടേണ്ട സംഗതിയല്ല, ഇത് തന്നെ ബോധ്യമാണ്. അത് അവരുടെ സഭ അംഗീകരിച്ചാണ്, നമ്മളവരെ വിമർശിക്കല്ല, അത് അവരുടെ സഭയുടെ തീരുമാനമാണ്. അങ്ങനെ ഒരു സഭ ഇസ്ലാമിക ലോകത്തില്ല. ഇത് അങ്ങനെ പറയാനേ, ഇതിൽ മെത്രാന്മാരും ഒരു പിന്നെ പോപ്പൊന്നും ഇല്ലാത്ത സംഭവമാണ്. ഇതിലുകൊണ്ട് പൗരോഹിത്യമല്ലല്ലോ.
അതേപോലെ തന്നെ വേറൊരു സംഭവം മൂപ്പര് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് കുറച്ചൊരു വിചിത്രമായി, കുറച്ചൊരു അത്ഭുതമായിട്ടൊക്കെ തോന്നിയൊരു സംഭവം, അത് നിങ്ങളായിട്ടുള്ള സംവാദത്തിൻ്റെ ഒരു സമയത്ത് അദ്ദേഹവും അതേപോലെ 100 എക്സ് മുസ്ലിംസും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആലിബാബയും 40 കള്ളന്മാരെന്നൊക്കെ പറഞ്ഞ പോലെ മൂപ്പരും 100 എക്സ് മുസ്ലിംസും കൂടെ ഉണ്ടാവും, നിങ്ങളോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും എന്നുള്ള രൂപത്തിലാണ് മൂപ്പർ ആ വീഡിയോയിൽ പറയുന്നത്. അങ്ങനൊരു സംവാദ രീതി ഞാൻ ഇന്നേ വരെ എനിക്ക് പരിചിതമല്ല. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, അതൊരു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു കുറ്റവാളിയെ, ഞാൻ കുറേ കാലം യുക്തിവാദിയായിരുന്നു. എൻ്റെ ബോധ്യത്തിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നു. ഇന്നലെ വരെ അല്ലെങ്കിൽ യുക്തിവാദ സമയത്ത് പറഞ്ഞതെല്ലാം അബദ്ധമാണ്, തെറ്റായിപ്പോയി, അതെൻ്റെ ബോധ്യമാണ്. അത് മനസ്സിലാക്കി ഞാൻ ഇസ്ലാമിലേക്ക് വരുമ്പോൾ, അല്ല നിങ്ങളങ്ങനെ മാറാൻ പാടില്ല, യുക്തിവാദിയായ ഒരാൾ പാറ പോലെ ഉറച്ചു നിൽക്കേണ്ട സംഗതിയാണ്, അവിടെ തന്നെ നിൽക്കണം എന്ന് പറയുകയും എന്നെ ഇവരൊക്കെ ഒരു കുറ്റവാളിയെ ചോദ്യം ചെയ്യും പോലെ എല്ലാവരും വളഞ്ഞു നിന്നിട്ട് ജീവൻ്റെ അതിന് മറുപടി ഉണ്ടാ ഇതിന് മറുപടി ഉണ്ടാന്നൊക്കെ അതൊക്കെ നോക്കുക. അതൊക്കെ എന്ത് സംസ്കാരമാണെന്ന് എനിക്കറിയില്ല. 2, എൻ്റെ ബാധ്യത ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ യുക്തിവാദിയായിരുന്ന കാലത്ത് പറഞ്ഞ ഒരുപാട് ആശയങ്ങളുണ്ട്, നേര് തന്നെ. ആ ആശയങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. ഞാനത് തെറ്റാന്നും ഇപ്പോഴുള്ളത് ശരിയാണെന്നും വിശ്വസിച്ച ഒരാളാണല്ലോ. അപ്പോൾ എൻ്റെ തെറ്റെന്താണ്, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, എന്തുകൊണ്ടാണ് എനിക്ക് തെറ്റുപറ്റിയത് എന്ന് ഞാൻ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പം നിൽക്കുന്ന സ്റ്റാൻഡിൽ നിൽക്കുന്നതെന്ന് അതും ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന വേദികളിൽ ഞാനത് പറയാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 മാസം കൊണ്ട് അതൊരു പുസ്തക രൂപത്തിൽ തന്നെ ഇറക്കാനും വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ അത് ന്യായമായ ചോദ്യമാണ്, അവർക്ക് ചോദിക്കാവുന്നതാണ്. പക്ഷെ അതിനൊരു രീതിയുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഇനി ഓരോ വിഷയം അവർ വെക്കുമ്പോൾ അവർ യൂട്യൂബിൽ കാണട്ടെ, അല്ലെങ്കിൽ ഇതുപോലത്തെ ടേബിൾ ടോക്കിന് വരട്ടെ. ഇനി സംവാദമാണെങ്കിലും തയ്യാറാണ് സംവാദത്തിന്. പക്ഷെ സംവാദത്തിന് ഞാൻ വരുമ്പോൾ നമ്മളോട് ആരാണ് സംവാദത്തിന് വരുമ്പോൾ ഇതിനോടൊക്കെ നമുക്ക് യോജിച്ച ആളുകളോടൊക്കെ നമ്മൾ സംവാദത്തിനും പോകാവുന്നതാണ്. സംവാദമൊക്കെ സ്നേഹപരമായിരിക്കണം, അത്യാവശ്യം മാന്യത പുലർത്തുന്നവരോട് നമ്മൾ സംവാദത്തിനും പോകാൻ തയ്യാറാണ്. അല്ലാതെ ഇപ്പത്തിൽ ഇവർ പ്രചരിപ്പിക്കുന്ന, ഇപ്പം ഇന്നലെ തന്നെ എന്നോട് കുറേ ആളുകൾ വിളിച്ച് ചോദിക്കുന്നൊരു ചോദ്യം, യഥാർത്ഥത്തിൽ എന്താണ് ഞാൻ ഇസ്ലാമത്തേക്ക് വന്നത് താല്പര്യാധിഷ്ഠിതമാണോ, എൻ്റെ എനിക്ക് പണം കിട്ടാനാണോ, പണം തന്നിട്ടാണോ, ഇങ്ങനെ പല ചോദ്യമുണ്ട്. ഒരാൾ യുക്തിവാദി ആവുന്നത് യുക്തിവാദം പഠിച്ചിട്ടാണ്. ഒരാൾ യുക്തിവാദം ഉപേക്ഷിച്ച് ഇസ്ലാമതം സ്വീകരിച്ചാൽ അയാൾക്ക് താല്പര്യാധിഷ്ഠിതമാണ് എന്നാ ചിന്ത. നിങ്ങൾ നോക്കൂ. അപ്പോൾ ഈ ഒരു ധാരണയാണ് ഇസ്ലാമിലേക്ക് ഓരോ കൊണ്ട് വന്ന് നമ്മൾ ഇസ്ലാമതം സ്വീകരിച്ചു. അപ്പോൾ ഇത് 2 ദുരുദ്ദേശമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അയ്യൂബ് കുറേ കാലം യുക്തിവാദം ആശയങ്ങൾ പറഞ്ഞ് എൻ്റെ യുക്തിവാദ വീഡിയോകൾ അവിടെ ഉണ്ട്. അപ്പം ഞാൻ ഇസ്ലാമിലേക്ക് വന്നാൽ അയാൾ ഇസ്ലാം മതം പഠിച്ചു വന്നതല്ല, അയാൾക്ക് വേറെ കുറേ ആളുകളെ പേര് അവർ പറയുന്നുണ്ട്, ഇവരൊക്കെ എനിക്കെന്തോ തന്നിട്ടാണ്. അപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ നന്മ മനസ്സിലാക്കിയിട്ട് ഒരാളും വരൂല എന്ന ഒരു ധ്വനി ഉണ്ടാക്കാനാണ് ആ ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിനൊന്നും വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ആളല്ല എന്ന് കരുതിയിട്ട് ഞാനതിന് താല്പര്യം കാണിച്ചിട്ടില്ല. പക്ഷെ അവരുടെ ഉദ്ദേശം എനിക്ക് ബോധ്യമുണ്ട്. ഓക്കെ. അതേപോലെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, മുമ്പ് നടത്തിയിരുന്ന പല ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു നിരീശ്വരവാദി ആയിരുന്ന കാലഘട്ടത്തിൽ. എന്നാൽ അതിനുള്ള മറുപടികൾ നിങ്ങൾ ഒരു പുസ്തകമായിട്ട് രചിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് എഴുതി. അവിടെ ജബ്ബാർ മാഷിനെ പോലുള്ള എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളൊക്കെ പറയുന്നൊരു സാധനം, നിങ്ങൾ ഈ വിമർശനങ്ങൾക്ക്, അതായത് മുമ്പ് നിങ്ങൾ ഇസ്ലാമിനെതിരെ പറഞ്ഞിരുന്ന വിമർശനങ്ങൾക്ക് ആദ്യം മറുപടി പറയൂ, എന്നിട്ട് ജബ്ബാർ മാഷിന്റെ പിന്നാലെ സംവാദത്തിന് പോകുന്നതല്ലേ ശരിയായ രീതി എന്ന രൂപത്തിൽ. ഞാൻ ജബ്ബാർ മാഷെ പിന്നാലെ വടിയെടുത്ത് കൂടിയിട്ടില്ല. ജബ്ബാർ മാഷ് ഇന്നും ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ക്ലാസ്, അദ്ദേഹം പറയുന്ന പോലെ ഞാൻ 45 കൊല്ലമായിട്ട് 45 കൊല്ലമായിട്ടൊന്നും ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് എടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ് ഏത് കാലം മുതലാണ് തുടങ്ങിയെന്ന് അത് നോക്കിയാൽ അറിയാവുന്നതാണ്. ഇത്രയും കാലം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഈ പ്രസ്ഥാനമൊക്കെ ഒഴിവാക്കി പോവാണ്, ഞാനിഞ്ഞ് എന്നൊക്കെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊന്നും ഈ പരിപാടിയൊന്നും ഇല്ലയെന്ന്. അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ എഴുതി കൊടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ചെന്ന ആളുകൾ പറയുന്നത് അദ്ദേഹം അതങ്ങനെ പറയും, അത് പറയാവുന്നതുമാണ്. ഒരു ഖുർആൻ ക്ലാസ് എന്ന രീതിയിൽ അദ്ദേഹം വന്നിട്ട് ഖുർആൻ അല്ലാത്ത കാര്യങ്ങൾ പറയുകയും അത് സമൂഹത്തിൽ ഒരുപാട് പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യണം. ഒരു സാമൂഹ്യ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അത് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ അയാൾ എവിടെ നിന്നാണ് അയാൾ അവലംബിക്കുന്നതെന്ന് അറിയില്ല, പലതും കൊണ്ടുവന്ന് അവലംബിച്ച് എന്നിട്ട് അയാൾ പറയണത് ഞാൻ വരികൾക്കിടയിൽ നിന്ന് വായിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ഇല്ലെങ്കിൽ തന്നെ
മുസ്ലിങ്ങളെ പല ഭാഗത്തുനിന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്ലാമോഫോബിയ ഒരു വളർത്താൻ വേണ്ടിയിട്ട് മാത്രം ഒരു ക്ലാസ് നടത്താമെന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട സംഗതിയാണ്. അത് അദ്ദേഹത്തെ വളരെ മാന്യമായിട്ടല്ല, ഞാൻ അദ്ദേഹത്തെ മുന്നിൽ വിളിച്ച അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ് 208 ആയിപ്പോയി. പിന്നെ 209 ഇറങ്ങി. അതിലൊരു 10 ക്ലാസ്സുകൾ ഞാൻ കേൾക്കുകയും അതിന് മറുപടി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ ആഴ്ച അടുത്ത ആഴ്ചയായിട്ട് യൂട്യൂബിൽ വരും, അവർ കേട്ടോട്ടെ. അതും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ ക്ലാസ്സും കൂടി ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ശ്രമിച്ചു നോക്കും. അതോടൊപ്പം എൻ്റെ തന്നെ വീഡിയോകൾ ഞാൻ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കും, അതിന് മറുപടി പറയും. അതൊക്കെ ഒരു സ്വിച്ചിട്ട പോലെ ഇപ്പം തന്നെ നടക്കണം എന്നുള്ള നടക്കണ കേസല്ല, സമയമെടുക്കും. അദ്ദേഹം പറയാണ് ഞാൻ രോഗിയാണ്, എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്, എന്നെ കഷ്ടപ്പെടുത്തുകയാണ്, ഞാൻ 3 കൊല്ലമായിട്ട് സമ്പാദമൊന്നും വേണ്ടാന്ന് വെച്ച ആളാണ്. 3 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ സമ്പാദം വേണ്ടാന്ന് വെക്കുന്ന ഒരു സന്ദർഭം ജബ്ബാർ മാഷായിട്ട് അല്ല നമ്മളെ MM അക്ബറുമായിട്ടുള്ള സംവാദങ്ങൾക്കൊക്കെ പരിചയമുണ്ടല്ലോ. ആദ്യം ജബ്ബാർ മാഷയുടെ താർക്കിക ബുദ്ധിയൊന്നും അവിടെ വിജയിച്ചില്ല. മൂപ്പര് സിന്താനി പ്രോജക്റ്റായിട്ട് വന്നതോടുകൂടി അക്ബർ അവിടെ പിന്നെ കോടതി കഴിഞ്ഞിട്ട് ഒരാൾക്ക് നിയമം ഓർമ്മ വന്നിട്ട് വല്ല കാര്യമുണ്ടോ വക്കീലിന്? സംവാദത്തിൽ അയാൾക്ക് പറയാൻ കഴിഞ്ഞില്ല. സംവാദം കഴിഞ്ഞിട്ട് കുറേ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാണ്. സംവാദം കോടതിയിൽ മുറിയിൽ ഓർമ്മ വരണമല്ലോ വക്കീലിന്. അപ്പോൾ അത് പോട്ടെ. അതിൻ്റെ ശേഷം മൂപ്പർക്ക് എന്നെ യുക്തിവാദികൾ വിമർശിച്ച് കളഞ്ഞ്, മാഷെ വേണ്ടാത്ത പണിക്ക് പോകണ്ടില്ലായിരുന്നോ എന്ന് പറഞ്ഞ്. മാത്രമല്ല 4-5 മാസം മനക്കെട്ടിരുന്ന് പഠിച്ച് അതിനായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുടെ സഹായവും തേടി. എന്നിട്ട് MM അക്ബർ വളരെ ചോദിച്ച കാര്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആ പരാജയത്തിൽ നിന്നാണ് ഞാൻ ഈ സംഭവത്തിനൊന്നുമില്ല എന്ന് പറഞ്ഞത്. ആരോഗ്യം മോശമായിട്ടല്ല, ഇപ്പോൾ അയാൾക്ക് ആരോഗ്യം മോശം തന്നെയാണ്, ശരി തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന സമയത്ത് ആരോഗ്യം മോശമൊന്നുമില്ല. 2, ആരോഗ്യം മോശമുള്ള ഒരാൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്താണെന്നറിയോ? ഒരു സമൂഹത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഖുർആനെ കുറിച്ച് വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും ഒക്കെ ശ്രോതാക്കൾ, അയാൾ പരസ്യമായിട്ട് ഇടുന്നതാണല്ലോ അത്, അതിനെ ചോദ്യം ചെയ്യാനും മറ്റുള്ളവർക്ക് അവകാശമുണ്ട്. ഞാൻ സംവാദം തയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് അറിയില്ല, സംവാദ വിഷയമാണ് അദ്ദേഹം ഇടുന്നത്. അതെന്താണ്? ഇപ്പം ഇന്നലത്തെ തന്നെ നിങ്ങൾ ക്ലാസ് കേട്ടോ, എന്താ വിഷയം അറിയോ? പ്രായപൂർത്തിയായവർ മാത്രം കാണുക. ഇത് അല്ല ഞാൻ പറയാം, ആ വീഡിയോയിൽ ഞാൻ കാര്യം പറയണില്ല. അത്രയും മോശപ്പെട്ട വീഡിയോ ആണ് ഖുർആൻ്റെ പേരിൽ അയാൾ പ്രസിദ്ധീകരിക്കുന്നത്, വളരെ മോശമായിട്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ്. അദ്ദേഹത്തിൻ്റെ ആ ക്ലാസ്സിൽ എത്ര ശതമാനം ഖുർആൻ പറഞ്ഞിട്ടുണ്ടാവും? അദ്ദേഹം ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെ സംസ്കരിക്കണമെന്ന് ലക്ഷ്യം വെച്ചിട്ടാണോ, അതല്ല മുസ്ലിങ്ങളെ മോശമാക്കണമെന്ന് ലക്ഷ്യം വെച്ചിട്ടാണോ ക്ലാസ് ഇടുന്നത്? ഇവിടെയുള്ള മുസ്ലിങ്ങളെ ധാർമ്മികപരമായി ഉന്നതിയിലേക്ക് കൊണ്ടുവരാനും അവരെ സംസ്കരിക്കാനുമാണ് ഞാൻ ഖുർആൻ ക്ലാസ് നടത്തുന്നത് എന്നാണോ, അതല്ല അവരെ ഈ ലോകത്ത് മുസ്ലിങ്ങളെ മോശക്കാരായിട്ട് എല്ലാവരും ചിത്രീകരിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ അദ്ദേഹം ക്ലാസ് ചെയ്യുന്നത്? ഇന്നലെ മുമ്പ് പറയാണല്ലോ, ഞാൻ സംവാദത്തിനൊന്നും തയ്യാറില്ല, ഞാൻ അമേരിക്കയിൽ പോവാണ്. അമേരിക്കയിൽ പോണ ആളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ അതിനെ വിമർശിക്കണ്ടേ? ആളുകൾ സംവാദ വിഷയമല്ലേ അത്? അദ്ദേഹം ചെയ്യുന്ന ഗൗരവപ്പെട്ട ഈ കാര്യത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന്. അത് ഞാൻ സംവാദത്തിനില്ല എന്ന് പറഞ്ഞാൽ അയാൾ വീഡിയോ ഇടൽ നിർത്തണം, എന്നിട്ട് പറയാവുന്നതാണ്. അത്ര തന്നെയുള്ളൂ അതിലൊക്കെ പറയാൻ. അത് അദ്ദേഹം ചെയ്യുന്ന ദ്രോഹം അദ്ദേഹം സ്വന്തം നിലക്കൊന്ന് കണ്ണടച്ചിട്ട് ഞാൻ ഇന്ന് പറയുന്ന വീഡിയോയിൽ അത് ആർക്കാ ഗുണം ചെയ്യാമെന്ന് സ്വന്തം നോക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് സത്യസന്ധമാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എന്നോട് തന്നെ. ഞാൻ യുക്തിവാദ കാലത്ത് കുറേ ഇസ്ലാമത വിമർശനം നടത്തിയിട്ടുണ്ട്. ജബ്ബാർ മാഷ കൂടെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ഈ വരുന്ന അന്നില്ല. അത് ഇസ്ലാമത്തെ വിമർശിക്കാറുണ്ട്. പക്ഷേ ഈ ഖുർആൻ ക്ലാസ് ഖുർആനിലില്ല. എന്താ പറയുക, ഒരു ഇതര മതസ്ഥനായ ഒരാൾ, ഇസ്ലാമിനെ പറ്റി ഒന്നും പരിചയമില്ലാത്ത ഒരാൾ ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ പഠന ക്ലാസ്സാണല്ലോ, ആ പഠന ക്ലാസ് കേൾക്കുന്ന ഇതൊക്കെ ഖുർആനിലുണ്ടെന്ന് ധരിച്ചു പോകുന്നു. ഒന്ന്, ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ പോലും ഖുർആൻ പഠിക്കാത്തവരാണ്. നമ്മളൊരു 100,000 മുസ്ലിങ്ങളുണ്ട് എന്ന് കൂട്ടുക, അതിലെത്ര ശതമാനം ആളുകൾ ഖുർആൻ തലമുതൽ അവസാനം വരെ വായിച്ചിട്ടുണ്ടാവും? ജബ്ബാർ മാഷി ദുരുദ്ദേശപൂർവ്വം ഉള്ള ഈ അവതരണം കേട്ടാൽ മുസ്ലിങ്ങൾ പോലും അവരെ മതത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ചു പോവും. ഞാൻ ഈ മതത്തിലാണോ എന്ന് ചിന്തിച്ചു പോവും.
അങ്ങനെയൊക്കെ ഉദ്ദേശം വെച്ചിട്ടാണ് അദ്ദേഹം ഈ പറയുന്നത്. അതിന് നമ്മളാരെങ്കിലും വളരെ ബഹുമാനം, മാഷോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധമില്ല. ഈ അദ്ദേഹം പറയുന്ന ആശയത്തോടല്ലേ വിയോജിപ്പുള്ളൂ. മാഷിനോട് എനിക്ക് എന്താ വിരോധമുള്ളത്? ഒരു വിരോധമല്ല. ഒരു യുക്തിവാദിയോടും വിരോധമല്ല, വിഷമമില്ല, പ്രയാസമല്ല. അവരൊക്കെ പലരും നമ്മുടെ സ്നേഹിതന്മാരാണ്, സുഹൃത്തുക്കളാണ്. ഇപ്പോഴും അവരോട് നല്ല ബന്ധമുള്ളവരുണ്ട്. ചില ആളുകളുമായിട്ട് നമുക്ക് ഇസ്ലാമോഫോബിക്കായിട്ട് നടക്കുന്ന ചില ആളുകളോട് ബന്ധങ്ങളില്ല. അവരോട് ഫോൺ വിളിക്കാറില്ല, അവരുടെ ഫോൺ ഞാൻ ഇങ്ങോട്ട് ചെയ്താലും എടുക്കാറില്ല. അത് അവർ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹം ആലോചിച്ചുകൊണ്ടാണ്. അല്ലാത്തവരുടെയൊക്കെ ലോക്യവും ബന്ധമൊക്കെ ഉണ്ട്. അതേപോലെ സംവാദമായിട്ട് ബന്ധപ്പെട്ട ജബ്ബാർ മാഷിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതായത് സംവാദത്തിന് അദ്ദേഹം തയ്യാറാണ് എന്ന് അദ്ദേഹം അറിയിച്ചു, സന്നദ്ധത അറിയിച്ചു. എന്നിട്ട് അതിനുശേഷം പറഞ്ഞത് താങ്കളോട് ആ ഫോർമാറ്റ് റെഡിയാക്കാൻ, അതായത് നിങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെയായിരിക്കണം സംവാദത്തിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത്, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇത് സജഷൻ? ഞാൻ ജബ്ബാർ മാഷിൻ്റെ പ്രതിനിധിയായി ലിയാഖത്ത് അലിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജബ്ബാർ മാഷ് എന്നെ അയാളെ ചുമതലപ്പെടുത്തിയാണ്. ഞാൻ ചുമതലപ്പെടുത്തിയത് നിസാറിനെയും ചുമതലപ്പെടുത്തി. ഞാൻ ജബ്ബാർ മാഷും തമ്മിൽ അതിൽ സംഭാഷണം വരണ്ട, നല്ലവർക്കാണ്. നമ്മുടെ ഭാഗത്ത് പറയാനുള്ളത് നിസാർ പറയും, നമ്മളോട് ഇങ്ങോട്ട് പറയാനുള്ളത് ലിയാഖത്ത് അലി ഇങ്ങോട്ടും പറയും. ഇത് ആരോഗ്യപരമായ സംവാദത്തിന് വേണ്ടിയാണ്. കാരണം ഇന്നത്തെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്താൽ ഫോൺ റെക്കോർഡ് ചെയ്യുന്നു, അത് കട്ട് ചെയ്തിട്ട് ദുഷ്പ്രചരണം ചെയ്യുന്നു. അതൊന്നും വേണ്ട, നേരത്തിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് തന്നെ രേഖാമൂലം കൈമാറാനുമാണ്. വാമൊഴിയായിട്ട് വേണ്ട, വരമൊഴിയായി അത് രേഖപ്പെടുത്തണമെന്നാണ്. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത്. ആ തീരുമാനത്തിൽ വിഷയം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ ക്ലാസ്സാണ് വിഷയം. അതിൽ ഞാൻ മുന്നോട്ട് വെച്ചത്, അത് ആരോപണമാണ്, മാഷ്ക്ക് തിരുത്താവുന്നതാണ്. ഞാൻ പറയുന്നത് അറബി ഭാഷ അറിയാത്ത മാഷ് ഖുർആൻ ക്ലാസ് നടത്തുകയാണല്ലോ. അപ്പോൾ അറബി ഭാഷ അറിയൽ അനിവാര്യമാണ്. ഖുർആൻ പഠിപ്പിക്കുന്നതിന്, ഖുർആൻ ക്ലാസ് എടുക്കുന്നതിന് അറബി അറിയൽ അനിവാര്യമാണ്. മാഷിന് അനിവാര്യമല്ല എന്ന് തോന്നിയാൽ അതും പറയാവുന്നതാണ്. ഇത് പറയാൻ 20 മിനിറ്റ് എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. അതിനൊരു മറുവാദം അവതരിപ്പിക്കാൻ 10 മിനിറ്റ് പറഞ്ഞു. പിന്നെ ഒരു 5 മിനിറ്റിൻ്റെ 4 സന്ദർഭം കൂടി തരുന്നുണ്ട്. പിന്നെ ചോദ്യോത്തരാണ്. ചോദ്യോത്തരത്തിൽ ഓഡിയൻസിൻ്റെ ഭാഗം, ഓഡിയൻസ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യോത്തരാണ്. ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോകൾക്കുള്ള ചോദ്യോത്തരമല്ല, അതിന് വേറെയല്ല നടത്തേണ്ടത്. സാമാന്യ മര്യാദ ഉണ്ടല്ലോ ഇതിനൊക്കെ. ഇവിടെ സംവാദ വിഷയം എന്താണ്? ആ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അത് നിശ്ചിത സമയം കൊണ്ട് പറയാന്നുള്ളതാണ്. വൈകുന്നേരം വരെ പറയാന്നുള്ളതല്ല. നിശ്ചിത അത് ജബ്ബാർ മാഷും കൂടി ഇരുന്ന് തീരുമാനിച്ചിട്ട് 10 ചോദ്യം പരിഗണിക്കാം, 10 ചോദ്യം പരിഗണിക്കാം, 5 ആണെങ്കിൽ 5, 25 ആണെങ്കിൽ 25, എത്ര സമയം ചോദ്യത്തിന് വേണം, എത്ര സമയം ഉത്തരത്തിന് വേണം, ഒക്കെ തീരുമാനിക്കാവുന്നതാണ്. പക്ഷെ വിഷയത്തിൽ ഒതുങ്ങിയുള്ള ചോദ്യങ്ങളാണ്. നീ ഇങ്ങോട്ട് വാ, ഞങ്ങൾ എന്നെ പണി തരാം, എന്നെ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധക്കളത്തിലേക്ക് വിളിക്കും പോലെയാണോ നടത്തേണ്ട സംവാദം? അല്ല, സംവാദത്തിൻ്റെ ആ രീതിയുണ്ട്. അപ്പോൾ ഞാൻ ഉന്നയിച്ച വാദങ്ങൾക്കൊക്കെ എനിക്ക് കൃത്യമായ മറുപടി ഉണ്ട്. അതിന് അവർ തന്നെ വേണമെങ്കിൽ ഓരോ വിഷയങ്ങൾ വെച്ചുകൊണ്ട് സംവാദം നടത്തി ക്ഷണിച്ചാൽ ഞാൻ പോകാനും തയ്യാറാണ്. അതിൻ്റെതായ മാന്യതയിലായിരിക്കണം എന്നുള്ളൂ. അപ്പോൾ ഇതിലിങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ മോഡറേറ്റർ ആരായിരിക്കണം? അത് ജബ്ബാർ മാഷും കൂടി ഇഷ്ടപ്പെട്ട ഒരാളെയാണ് നമ്മളതൊക്കെ ചെയ്യേണ്ടത്. എനിക്ക് മാത്രമായിട്ട് അങ്ങനെ സംവിധാനമല്ല. ജബ്ബാർ മാഷിനെ എല്ലാവിധ പരിഗണനയിലും നിർത്തിക്കൊണ്ട് മാഷ് പറയുന്ന സ്ഥലം എനിക്കും കൂടി സ്വീകാര്യമായ, മാഷ് ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത് വെച്ച് നടത്താവുന്നതാണെന്ന്. മോഡറേറ്റർ മാഷ് പറയുന്ന ആളായിക്കോട്ടെ, വിഷയവും അങ്ങനെ ആവട്ടെ. ഇപ്പോൾ മാഷിൻ്റെ ഖുർആൻ ക്ലാസ് ആണല്ലോ വിഷയം, അത് മാഷ് പറയട്ടെ. മാഷിൻ്റെ ഖുർആൻ ക്ലാസ്സിൽ എനിക്ക് പറയാം, അതിൽ ഒരുപാട് അസത്യങ്ങൾ മൂപ്പര് പറയുന്നുണ്ട്, അബദ്ധങ്ങൾ പറയുന്നുണ്ട്. അത് കുറേ അറബി അറിയാത്തത് കൊണ്ട് വന്നു പോകുന്ന ഒരുപാട് അബദ്ധങ്ങളുണ്ട്. മൂപ്പര് ക്ലാസ് എടുക്കുകയാണ്. ഇപ്പം ഞാൻ മൂപ്പരോട് മുമ്പൊരിക്കൽ പറഞ്ഞു ഒരു വീഡിയോയിലൂടെ, എനിക്ക് ഡ്രൈവിങ് അറിയില്ല, ഡ്രൈവിങ് നിയമങ്ങളും അറിയില്ല. ഞാൻ ഡ്രൈവിങ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് സീറ്റിലിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? എനിക്ക് ഡ്രൈവിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പറ്റും. അതെന്താ, എനിക്ക് ആരെങ്കിലും എഴുതി തന്നെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഡ്രൈവിങ് പഠിപ്പിക്കണമെങ്കിൽ ഡ്രൈവിങ് അറിയണമെന്ന്. ഞാൻ കരാട്ടെ പഠിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? എനിക്ക് കരാട്ടെ അറിയണ്ടേ? കരാട്ടെക്കുറിച്ച് എനിക്ക് പ്രസംഗിക്കാൻ കഴിയും. ക്ലാസ് എടുക്കണമെങ്കിൽ ഞാനത് പഠിക്കേണ്ടതുണ്ട്. അതും ഒരു അതിന് തോനെ ബുദ്ധി വേണോ അത് ആലോചിക്കാൻ? ഇതാണ് വിഷയം. ആ വിഷയത്തിൽ ഒന്നിയുള്ള സംവാദമാണ്.
അത് മാഷിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പൊട്ട തെറ്റായിരിക്കാം, എൻ്റെ വിവരദോഷമായിരിക്കാം. മാഷ് 45 കൊല്ലത്തെ പരിചയമുണ്ട്, ഒരുപാട് അറിവുള്ള ആളാണ്, സമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ സമ്പത്തും അറിവും വെച്ചുകൊണ്ട്, അറിവിൻ്റെ ആ കഴിവ് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ എന്നോട് പറയാവുന്നതല്ലേ ഉള്ളൂ. അദ്ദേഹം നല്ല സംവാദ പാഠമുള്ള ആളാണല്ലോ. ഇപ്പം എന്തിനായാലും ടെൻഷൻ അടിക്കേണ്ട കാര്യം? എന്നിട്ട് ആളുകളൊക്കെ ഒരു വൈകാരികമായ അന്തരീക്ഷത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ രോഗിയാണ്, ഞാൻ കിടപ്പിലാണ്, എന്നെ വിളിച്ചിട്ട് ആരോ ശല്യം ചെയ്യുന്നു, അയ്യൂബിനെ വെല്ലുവിളിച്ച്. ഞാൻ വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല, മൂപ്പരാണ് ഈ വൈകാരികമായൊക്കെ പറയുന്നത്. ഇപ്പോഴും ഞാൻ മൂപ്പരോടും പഠിച്ചവനെ അദ്ദേഹത്തിൻ്റെ സൂക്കേട് മാറ്റട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. അയാൾക്ക് എന്തെങ്കിലും ആകുന്നതിന് മുമ്പ്, മനുഷ്യൻ്റെ കാര്യമാണല്ലോ, എനിക്കും എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് അയാൾക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന്. അതിനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഞാനൊരു സ്നേഹസമ്പാദം നിലക്ക് ക്ഷണിച്ചത്. അത് അദ്ദേഹത്തെ നമ്മൾ ജബ്ബാറും മാഷും ഞാനും ഒന്നിച്ചിരുന്ന് നമ്മൾ കുറച്ചാളുകൾ ഇരുന്ന് വളരെ ലോക്യപരമായി പറഞ്ഞാൽ, അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ഖുർആൻ ക്ലാസ് തന്നെ ഒന്നെടുത്തിട്ട് ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കുക, അത് തന്നെ വെച്ചുകൊണ്ട് മാഷെ നിങ്ങൾ ഈ പറയുന്നത് അതിലെത്രത്തോളം സത്യമുണ്ട്, ഇതിലെത്ര ശതമാനം ഖുർആനുണ്ട്, ഖുർആൻ അല്ലാത്തത് നിങ്ങൾ ഖുർആൻ എന്നാണല്ലോ പറയുന്നത്, ഇതെന്ത് ന്യായമാണുള്ളത്, നിങ്ങൾ അവലംബിക്കുന്ന റെഫറൻസ് ഏതാണ്? ഇതൊക്കെ ചോദിച്ചൂടെ? അദ്ദേഹത്തിന് ഉത്തരം പറയാലോ. അങ്ങനെ പറഞ്ഞ് ചർച്ച ചെയ്ത് തീർത്തൂടെ എന്നല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ വെച്ച ഫോർമാറ്റ്. ഇത് ജബ്ബാർ മാഷോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളത് കൊണ്ടാണിത്. മൂപ്പരെ മോശാക്കാനല്ല നമ്മൾ സംവാദത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഗുണകാംക്ഷയാണ്. ഇസ്ലാമിൻ്റെ ഒരു തത്വം തന്നെ സംവാദത്തിന് ജബ്ബാർ മാഷ് എന്നല്ല, ആരെയും മനുഷ്യനായി കാണുകയെന്നാണ്. എല്ലാ മനുഷ്യനോടും മനുഷ്യത്വപരമായി പെരുമാറുകയും അവരോട് ബഹുമാനപരമായി ഇടപെടണം എന്നുള്ളതാണ്. ഞാൻ യുക്തിവാദികൾക്കിടയിൽ പല അഭ്യന്തര പ്രശ്നങ്ങളും വ്യക്തിപരമായ പല ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വഴക്കും വക്കാണൊക്കെ ഉണ്ടായിട്ട് എനിക്കറിയാം. ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് ഒരു യുക്തിവാദത്തെയോ ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ ഞാനൊന്നും ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കറിഞ്ഞു. അതെന്തുകൊണ്ട് അത് പറഞ്ഞുകൂടാ? ഞാനിപ്പോൾ കൊണ്ട് ഇസ്ലാം പോലെ ഒറ്റ കൊടുക്കുക എന്നൊക്കെയാണ് ആളുകൾ ആക്ഷേപിക്കുന്നത്. ജബ്ബാർ മാഷിൻ്റെ പോലുള്ള ആളുകളുടെ നിലപാടിനെയാണ് ഞാൻ വിമർശിച്ചത്. അവരുണ്ടാക്കി വെക്കുന്ന നവനാസ്തികത മുന്നോട്ട് വെച്ച ചില പ്രശ്നങ്ങളുണ്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ, അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അവരോട് ഒന്നിച്ച് യോജിച്ച് പോകാനുള്ള അവസരം നമ്മൾ ഉണ്ടാകുകയാണ് വേണ്ടത്. അതല്ലേ ഒരു മര്യാദ എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് യുക്തിവാദിയായി, ഇനി ഒരിക്കലും യുക്തിവാദം ഉപേക്ഷിക്കാൻ പാടില്ല, പാറ പോലെ തന്നെ ഇങ്ങനെ ഉറച്ചിരിക്കണം, അങ്ങനെ ഉണ്ടോ? ഇതൊരു ആശയമല്ലേ? അപ്പോൾ അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏകദേശം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫോർമാറ്റ് എന്താണ് അയ്യൂബ് മൗലവി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കി. ജബ്ബാർ മാഷിൻ്റെ ആവശ്യം അതായിരുന്നു. അതേപോലെ ജബ്ബാർ മാഷ് ഉന്നയിച്ച ചില വാദങ്ങൾ, ആ വാദങ്ങൾക്ക് ഉള്ള പ്രതികരണവും ഇവിടെ പറഞ്ഞു. ഏതായാലും ഈ സംവാദം നടക്കണമെന്ന അതിയായ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓഡിയൻസും അതങ്ങേയറ്റം കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജബ്ബാർ മാഷും കൂടെയുള്ള എക്സ് മുസ്ലിമുകളായിട്ടുള്ളവരും ഇതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.